ഹലോ ബിസിനസ് ഓണേഴ്സ്, ലീഗൽ സ്റ്റാൻലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ എത്ര പേർക്കറിയാം നമ്മളുടെ എംപ്ലോയീസിന് നിയമപരമായി എത്ര ലീവ് കൊടുക്കേണ്ടി വരും, ഏതൊക്കെ ടൈപ്പ് ലീവാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. നമുക്കിത് ഇന്ന് അതിനെ പറ്റിയിട്ടൊന്ന് വിശകലനം ചെയ്യാം. രണ്ട് ടൈപ്പ് ലീവുകളാണ് പ്രധാനമായിട്ടും നമ്മുടെ എംപ്ലോയീസിന് നമ്മൾ കൊടുക്കേണ്ടത്. ഒന്ന്, കേരള കൊമേഴ്ഷ്യൽ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ അണ്ടറിൽ വരുന്ന 3 ടൈപ്പ് ലീവുകളുണ്ട്. സിക്ക് ലീവ്, ഏൺഡ് ലീവ്, കാഷ്വൽ ലീവ്. ഇതിനു പുറമെ മറ്റൊരു ആക്ടും കൂടെ നിലവിലുണ്ട്, നാഷണൽ ഫെസ്റ്റിവൽ ഹോളിഡേസ് ആക്ട്. ഓരോ സ്റ്റേറ്റിലും ഓരോ റൂൾസ് പ്രതിപാദിക്കുന്ന ഈ നാഷണൽ ആൻഡ് ഫെസ്റ്റിവൽ ഹോളിഡേസ് ആക്ടിന്റെ അണ്ടറിൽ കേരളത്തിൽ 13 ലീവുകൾ നമ്മുടെ എംപ്ലോയീസിന് ഒരു വർഷം കൊടുക്കേണ്ടതുണ്ട്. ഇതില് 4 നാഷണൽ ഹോളിഡേസും സെലക്ട് ചെയ്യപ്പെടുന്ന 9 ഫെസ്റ്റിവൽ ഹോളിഡേസുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇത് ഒരു വർഷം, അതായത് ലേബർ ലോയുടെ അടിസ്ഥാനത്തിൽ കാലണ്ടർ ഇയർ തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പായിട്ട് നമ്മളിത് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. ഫിക്സ് ചെയ്യുക മാത്രമല്ല, ഇത് നമ്മൾ ലേബർ ഡിപ്പാർട്ട്മെന്റിൽ ഫയൽ ചെയ്ത് അവിടുന്ന് അപ്രൂവൽ എടുത്ത് നമ്മൾ നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റിൽ റോൾ ഔട്ട് ചെയ്യണം.